എന്തിന്റെ പൈസ ഒന്നുമില്ല, നീ നിന്റെ അമ്മയുടെ പോയി പറ. പറ, നീ വേറെ കാര്യങ്ങള്. അതിനാളെ ഈ റീയൂണിയന് ഒരു പൈസ പോലും പെണ്ണുങ്ങളായി മേടിക്കണ്ട, നമുക്ക് എല്ലാവരും ഷെയർ ഇട്ടൊക്കെ മേടിക്കാം. എല്ലാം എന്ത് വേണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. കാരണം പെണ്ണുങ്ങൾക്കെല്ലാം കുട്ടിയും കുടുംബങ്ങളും പ്രാരബ്ധമൊക്കെ ഉള്ളതല്ലേ, കുടുംബമൊക്കെ. അപ്പൊ നമുക്ക് ഷെയർ ചെയ്ത് എന്താന്ന് വെച്ചാൽ നമുക്ക് അതങ്ങ് ചെയ്യാം. കുറവുള്ളത് എന്തെന്ന് വെച്ചാൽ ഞാനിടാം. പിന്നെ എനിക്ക് ലീവിന്റെ കാര്യം സംശയമാണ്. വേണമെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ വരാൻ. അയ്യോ വേണ്ടളിയാ, നീ ടിക്കറ്റ് ഒന്നും എടുത്ത് പൈസയൊന്നും കളയണ്ട. നിന്റെ പ്രസൻസ് നമുക്ക് പൈസ ആയിട്ട് തന്നാ മതി. അളിയാ, എന്റെ പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസകളല്ലേടാ. എന്നാ ഓക്കെ അല്ലേ, നമുക്ക് എന്റെ ടിക്കറ്റിന്റെ പൈസ എടുത്ത് നമുക്ക് വാസതി ചെയ്യണം, വീടിന്റെ നടുമുണ്ട് ഉണ്ടായിക്കൊണ്ട് പോകുന്നു. കാരണം അവിടെ വീട് പണി നടക്കില്ലേ. ഓക്കെ അല്ലേ, അപ്പൊ എല്ലാം പറഞ്ഞ കണക്ക് എല്ലാം സെറ്റ്. ഓക്കെ, ഫോൺ കട്ടായില്ലേ, അവരെന്നെ കുറിച്ച് എന്താണ് പറയാൻ നോക്കട്ടെ. ഓക്കെ, എല്ലാം പറഞ്ഞു. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നു, എന്തായാലും കുറച്ച് പൈസ മുടക്കി ചെറിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യണം. കാര്യം ഇവൻ ഫോട്ടോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനുള്ളതാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കുന്നു. പക്ഷെ ഒരു കാര്യം, ഇത്തവണ ഷെയറിംഗ് ഒന്നുമില്ല. കാരണം ഞാൻ ടൈറ്റാണ്, ഞാൻ ഒരു വണ്ടി ബുക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഒന്നും പറ്റത്തില്ല, കാര്യം എല്ലാവരും കൂടെ എഫേർട്ട് എടുത്ത കാര്യമാണ്. അത് നിനക്ക് മാത്രമായിട്ട് അങ്ങനെ ഷെയർ എടുക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഷെയർ കൊടുക്കണം. അത് ആദ്യമേ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഷെയറിന്റെ കാര്യമൊക്കെ വിട്, നീ രഹസ്യമായിട്ട് അവനെ ഊറ്റുന്ന എനിക്ക് നല്ലവണ്ണം അറിയാം. അതിപ്പോ ഞാൻ മാത്രമല്ല ചെയ്യുന്ന, ഗ്രൂപ്പിലുള്ള എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിപ്പോ പുണ്യം കിട്ടാനൊന്നും അല്ലല്ലോ അവൻ ഈ പൈസ ഇങ്ങനെ വിതരണം ചെയ്യുന്നത്. അവന് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയില്ലേ. അപ്പൊ അവനെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ ഒരു പാവവും കിട്ടാൻ പറ്റില്ല, ഒരു കുഴപ്പവും ഇല്ല. അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊന്നുമില്ല, അല്ല വലിയ കാര്യമൊന്നുമില്ല. അതും ശരിയല്ല.